ഗൈസ്, വെൽക്കം ടു ഗെറ്റ് അനദർ വീഡിയോ ഓഫ് എഡ്യൂ4. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണ് MBBS അബ്രോഡ് ചൂസ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതാണ്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് കാണും MBBS അബ്രോഡ് നിങ്ങൾക്കുള്ളതാണ്, MBBS അബ്രോഡാണ് ബെസ്റ്റ് പാത്ത് എന്നൊക്കെ. ബട്ട് അല്ല, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജെനുവിനായിട്ടും ഓണസ്റ്റായിട്ടും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ആൻഡ് എഡ്യൂ4 എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ MBBS അബ്രോഡിനെ കുറിച്ച് ബാക്കി ഏജൻസീസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് പലരും അതിനെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തിട്ട് സ്റ്റുഡൻറ്റിനോട് ശരിയും തെറ്റും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് സ്റ്റുഡൻറ്റിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ട് മാത്രം അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എഡ്യൂ4 ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBBS അബ്രോഡ് ചൂസ് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോയിൽ ഒരു 4 പോയിന്റ്സ് പറയുന്നുണ്ട്. ഈ 4 പോയിന്റ്സും തന്നെ കേട്ടിട്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും യെസ് ആണോ നോ ആണോ നോക്കിയിട്ട് അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് MBBS അബ്രോഡ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാത്വേ ആണോ എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ 4 റീസൺസിൽ ഫസ്റ്റ് വൺ ആണ് നീറ്റ് സ്കോർ. നീറ്റ് സ്കോർ ആണ് നിങ്ങൾ അബ്രോഡ് ചൂസ് ചെയ്യണോ അതോ നാട്ടിലൊരു റിപ്പീറ്റോ റീറിപ്പീറ്റോ ചെയ്യണോ എന്നുള്ളതിൻ്റെ ഏറ്റവും മേജറായിട്ട് നിങ്ങൾ വെക്കേണ്ട ക്രൈറ്റീരിയ. സോ നീറ്റ് സ്കോർ ഒരു 500 എബോവ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ യു ബെറ്റർ ഗോ ഫോർ എ റിപ്പീറ്റ് ഓർ എ റീറിപ്പീറ്റ്. ബിക്കോസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈമിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ ഫുൾ കോൺസെൻട്രേഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിലൊരു ഗവൺമെൻറ് സീറ്റ് സെക്യൂർ ചെയ്യാനുള്ളൊരു സ്കോർ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടഫ് എക്സാമിൽ നിങ്ങൾക്ക് നീറ്റ് സ്കോർ 500 എബോവ് കിട്ടിയത്. ഈ ഒരു സ്കോർ കിട്ടുന്ന സ്റ്റുഡൻസ് അബ്രോഡ് കൺസിഡർ ചെയ്യേണ്ട എന്നും നാട്ടിൽ റിപ്പീറ്റോ റീറിപ്പീറ്റ് ചെയ്യാനുമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി, നിങ്ങൾ ഫസ്റ്റ് നീറ്റ് സ്കോർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നീറ്റ് സ്കോർ 500 എബോവ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോ ഓഫ് ചെയ്ത് നിങ്ങളുടെ അടുത്ത നീറ്റ് റിപ്പീറ്റിനോ റീറിപ്പീറ്റിനോ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് കാറ്റഗറി ഞാൻ പറയുന്നതാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട്. അബ്രോഡ് MBBS 10 ലക്ഷത്തിന് ചെയ്യാം, 15 ലക്ഷത്തിന് ചെയ്യാം, 20 ലക്ഷത്തിന് ചെയ്യാം എന്നൊക്കെ ഒരുപാട് വീഡിയോസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസിനൊക്കെ തന്നെ നല്ല റീച്ചും ഉണ്ട്. ബട്ട് ഞാൻ ഓണസ്റ്റ് ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഒരിക്കലും ഒരു 20 ലക്ഷത്തിനോ 25 ലക്ഷത്തിനോ നിങ്ങൾക്ക് MBBS അബ്രോഡ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിൽ വരാൻ പറ്റത്തില്ല. മിനിമം ഒരു 30 to 35 ലാക്സ് എങ്കിലും നിങ്ങൾക്ക് എക്സ്പെൻസ് ആവും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ പല ആൾക്കാരും അവരുടെ ട്യൂഷൻ ഫീ ഹോസ്റ്റൽ ഫീ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്, നിങ്ങൾക്കൊരു 20 ലക്ഷത്തിനകത്ത് നിങ്ങളുടെ ട്യൂഷൻ ഫീ ഹോസ്റ്റൽ ഫീ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് മാത്രമല്ല എക്സ്പെൻസ് വരുന്നത്. നിങ്ങൾക്ക് ബേസിക് അമ്യൂണിറ്റീസ് ആയിട്ടുള്ള നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷന് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതുപോലെ നിങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതിന് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും, ട്രാൻസ്പോർട്ടേഷന് പേ ചെയ്യേണ്ടി വരും. സോ ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോഴും പിന്നെ നിങ്ങൾ ഓരോ വെക്കേഷന് നാട്ടിൽ വരുമ്പോഴുള്ള നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതെല്ലാം കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 30 to 35 ലാക്സ് ആവും. പിന്നെ എല്ലാ വർഷവും വിസ റിന്യൂവലിന് എക്സ്പെൻസ് വരും, അതുപോലെ രജിസ്ട്രേഷനൊരു എക്സ്പെൻസ് വരും. സോ ഈ ഒരു എല്ലാം ലൈക്ക് ഓവറോൾ ഇൻ ആൻഡ് ഔട്ട് നോക്കുമ്പോൾ ഒരു 6 ഇയേഴ്സ് അബ്രോഡ് MBBS കംപ്ലീറ്റ് ചെയ്ത് വരാൻ നിങ്ങൾക്ക് മിനിമം ഒരു 30 ലാക്സ് എങ്കിലും ആവും. ആൻഡ് ആവറേജ് ഒരു 30-35 ലാക്സ് നിങ്ങൾക്ക് മിനിമം ആവും. സോ 15 ലാക്സിന് MBBS കംപ്ലീറ്റ് ചെയ്യാം, 20 ലാക്സിന് MBBS കംപ്ലീറ്റ് ചെയ്യാം എന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് ചോദിക്കുക അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എത്രയാണ്. അത് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ 12 ഒരു മന്ത് എത്ര പറയുന്നത് ഇൻറ്റു 10 or 12 നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് ഇൻറ്റു 6 ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടും എത്രയാണ് നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നതെന്ന്. സോ ഈ ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് നിങ്ങൾക്ക് തരാൻ ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ മൈൻഡിന് ഒരു സ്ട്രെസ്സും ഇല്ലാതെ നിങ്ങൾക്ക് MBBS അബ്രോഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ബാങ്ക് ലോൺസ് അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഐ വുഡ് നോട്ട് റെക്കമെൻഡ്, ഞാൻ ബേസിക്കലി പേഴ്സണലി ഞാൻ ബാങ്ക് ലോൺസ് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊരു സ്ട്രെസ് ആവാൻ ഒരു റീസൺ ആയിട്ട് വരാം. എനിക്ക് അങ്ങനെ ബാങ്ക് ലോൺ എടുത്തിട്ട് നല്ല സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ പേഴ്സണലി അറിയാം. സോ ഐ വുഡ് സജസ്റ്റ് യു, ഇഫ് യു ഹാവ് എ ബാക്കപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. കാരണം ബാങ്ക് ലോൺ സ്റ്റുഡൻറ്റിന് കുറച്ച് കഴിയുമ്പോൾ ഒരു ഹെക്ടിക്കായിട്ട് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ വരെ അത് എഫക്റ്റ് ചെയ്യുന്ന രീതിക്ക് അത് മാറാം. ഓൾസോ നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ജോബ് വേക്കൻസീസും ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ചേർന്നൊരു വലിയൊരു എമൗണ്ട് ആവും. ഇത് നിങ്ങൾ EMI ആയിട്ട് അടയ്ക്കുമ്പോൾ നിങ്ങളുടെ ഒരു സേവിങ്സിൻ്റെ ഒരു വലിയൊരു എമൗണ്ടും തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു കുറേ പോർഷനും നിങ്ങൾ ഈ ലോൺസ് റീപേ ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടി വരും. സോ ഇതൊരു ഹെക്ടിക്കാണ്, ഇതൊരു ബേർഡനാണ് സ്റ്റുഡൻറ്റിന്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാത്തത്. സോ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ നിങ്ങൾക്ക് നല്ലൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ അത് പറ്റില്ലെന്നല്ല പറയുന്നത്. ബട്ട് ഐ എം ടെല്ലിങ് ലൈക്ക് എന്തൊക്കെയാണ് അതിൽ വരുന്ന ഡ്രോബാക്സ് എന്നും നിങ്ങൾക്കത് മെൻ്റലി എങ്ങനെ നിങ്ങളെ എഫക്റ്റ് ചെയ്യാം എന്നുള്ളതുമാണ്. ഇനി അടുത്തത് ഞാൻ പറയുന്നത് ഇൻഡിപെൻഡൻസി എന്നുള്ളതാണ്. അബ്രോഡ് ഏത് കോഴ്സ് ചൂസ് ചെയ്താലും, അബ്രോഡ് ജോബ് ആണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുക എന്നുള്ള ഒരു മെയിൻ കാര്യമാണ് ഇൻഡിപെൻഡൻസി. സോ
അതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരിക്കൽ പോലും മാറി നിന്നിട്ടില്ലാത്ത സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഒരിക്കൽ പോലും നിങ്ങളെ മക്കളെ നിങ്ങൾ വിട്ട് നിന്നിട്ടില്ലാത്ത പേരൻസ് ഈ വീഡിയോ കാണുന്നുണ്ടാവും. സോ നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, വലിയൊരു ലൈഫ് ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നത്. ബിക്കോസ് നിങ്ങളുടെ മക്കളിൽ നിന്നോ നിങ്ങളുടെ പേരൻസിൽ നിന്നോ നിങ്ങൾ ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും. ആൻഡ് ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലോ നിങ്ങൾക്കൊന്ന് വയ്യാതായാലോ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസ് ടേക്ക് കെയർ ചെയ്യുന്ന പോലെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ ഇവിടെ ഒരാളും ഉണ്ടാവില്ല. സോ അതൊരു വളരെ ഹാർഷായിട്ടുള്ള റിയാലിറ്റിയാണ്, അതെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഫുഡ് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ സെൽഫ് കുക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ടി വരും. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന ഒരു ടേസ്റ്റ് നമുക്കിവിടെ കിട്ടില്ല. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്ത്, ഇതൊക്കെ ഓവർകം ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് മാനേജ് ചെയ്ത് പോകാൻ പറ്റും എന്ന് അത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഡോക്ടർ എന്നുള്ളൊരു ഡ്രീം കോറായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചൂസ് ചെയ്താൽ മതി. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. ഒട്ടും ഈസി ആയിട്ടുള്ളൊരു പാത്വേ അല്ല അബ്രോഡ് MBBS എന്നുള്ളത്. ബിക്കോസ് പഠിക്കാൻ തന്നെ ഒരുപാട് ഹെക്ടിക്കാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രഷർ, പിന്നെ കുറേ ഫാമിലി ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യും. ഐ മീൻ ഫാമിലി ഫംഗ്ഷൻസിലൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ഫാമിലി ഫംഗ്ഷനും നമുക്ക് ഇവിടുന്ന് ഒരു ഇന്ത്യയിൽ പഠിക്കുമ്പോൾ ഓടി വരുന്ന പോലെ നിങ്ങൾക്ക് അബ്രോഡിൽ നിന്നും ഓടി വരാൻ പറ്റില്ല. ഇപ്പോൾ ചിലയിടത്ത് വിസ നിങ്ങൾക്ക് 2 എൻട്രി മാത്രമായിരിക്കും. അപ്പോൾ ഈ ഒരു 2 എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിസ റിന്യൂ ചെയ്യേണ്ട ആവശ്യം വരും. സോ നിങ്ങൾക്ക് എല്ലാ ഫാമിലി ഫംഗ്ഷൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പേരൻസിനെ മിസ് ചെയ്യും, വീട്ടുകാരെ മിസ് ചെയ്യും. ലൈക്ക് ഇങ്ങനെ കുറേ ഡ്രോബാക്സ് ഇതിനുണ്ട്. സോ ഇതെല്ലാം ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ എന്നുള്ളൊരു എയിം അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് കഷ്ടപ്പാടും നേരിടാൻ റെഡിയാണെങ്കിൽ മാത്രം നിങ്ങളത് ചൂസ് ചെയ്താൽ മതി. ബിക്കോസ് ഇവിടെ വന്നിട്ട് ഹോം സിക്ക് ആയിട്ടും ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാതെയും ഒക്കെ തിരിച്ചു പോയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് അതിലൊരു ഒട്ടുമിക്ക ആൾക്കാരും ഫസ്റ്റ് ടൈം തന്നെയായിരിക്കും വരുന്നത്. പക്ഷെ അതിലെല്ലാവർക്കും തന്നെ അത് തരണം ചെയ്ത് ഇവിടെ നിൽക്കാൻ പറ്റണമെന്നില്ല. സോ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അബ്രോഡ് MBBS എന്നുള്ളൊരു ഡെസിഷൻ നിങ്ങൾ എടുക്കാൻ. ഇനി അടുത്ത മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ബീയിങ് എ ഡോക്ടർ ഇസ് എ ലൈഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയുവാണ്, ഇതൊരു ലൈഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 6 years കോഴ്സ്, അത് കഴിഞ്ഞ് 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ്, അത് കഴിഞ്ഞ് നിങ്ങൾ PG ചെയ്യണം, അത് കഴിഞ്ഞ് ലൈക്ക് സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി, അതിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. ഈ ഡോക്ടർ എന്നുള്ളൊരു പ്രൊഫഷൻ ഒരു നോബിൾ പ്രൊഫഷൻ ആണെങ്കിൽ പോലും അത് ഒരു വലിയൊരു ലൈഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ബിക്കോസ് നിങ്ങളുടെ യൂത്തിൻ്റെ ഒരു വലിയൊരു ഭാഗവും നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇതെല്ലാം മാറ്റി നിർത്താം. ഇപ്പോൾ നീറ്റ് സ്കോറും അതും ഫൈനാൻഷ്യൽ ഇതെല്ലാം വിട്ടാൽ പോലും നമുക്കാകെയുള്ള ഒരു ലൈഫാണ്. ആ ഒരു ലൈഫ് നമ്മൾക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ യൂത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു പ്രൊഫഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ. ഓക്കെ, യു വിൽ ബി ഹാവിങ് പ്രോഗ്രാംസ്, കോളേജ് പ്രോഗ്രാംസ് ഉണ്ടാവും, കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവും. അബ്രോഡ് ആണെങ്കിലും ഈ യൂണിവേഴ്സിറ്റീസിലെല്ലാം തന്നെ വലിയ മലയാളി കമ്മ്യൂണിറ്റീസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എങ്കിൽ പോലും അത് നിങ്ങളുടെ യൂത്തിൻ്റെ ഒരു വലിയൊരു പോർഷൻ ഈ ഒരു പ്രൊഫഷൻ നിങ്ങളെ കൺസ്യൂം ചെയ്യും. ഇത് നിങ്ങൾക്ക് തരണം ചെയ്ത്, ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത്, നിങ്ങൾക്ക് അത് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഈ പ്രൊഫഷൻ തന്നെ വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്നുള്ളൊരു സാധനം വേണം, ആൻഡ് നിങ്ങൾക്ക് അത്രയും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല സേഫും സെക്യൂർഡും ആയിട്ട് നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിൽ നല്ല പോലെ ഓക്കെ ആയിട്ട് ഈ ഒരു ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഡിമാൻഡ്സ് എ ലോട്ട് ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് എ ലോട്ട് ഓഫ് യുവർ ടൈം. സോ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആവാൻ പറ്റുന്നില്ല, ഏതെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ദിസ് ഇസ് നോട്ട് ഫോർ യു. ഓണസ്റ്റ്ലി പറയുവാണ്, ദിസ് ഇസ് നോട്ട് ഫോർ യു. ഒട്ടും ഈസി അല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. ഒട്ടും ഈസി അല്ല. നിങ്ങൾക്ക് ഇതിൽ കുറേ സ്ട്രഗിൾസ് ഉണ്ടാവും, മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും, ഡിപ്രഷൻ ആവാം, ഹോം സിക്ക് ആവാം, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കൂടെ പഠിച്ചവരൊക്കെ വേറെ ജോബ്സിലൊക്കെ കയറി അവർ സെക്യൂർ ആയിട്ടുണ്ടാവും, അവർ സെറ്റിലായിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ബട്ട് ഇവൻച്വലി ഇൻ ദി എൻഡ് യു ആർ ഗോണ ബി എ ഡോക്ടർ ഇഫ് യു ആർ റെഡി ടു ഓവർകം ഓൾ ദീസ് സ്ട്രഗിൾസ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ റീതിങ്ക് ചെയ്യുക. ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് ബെറ്റർ കോഴ്സസ്. നാട്ടിൽ തന്നെ പഠിക്കാൻ പറ്റിയ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ബട്ട് ഇഫ് യു വാണ്ട് ദിസ് കോഴ്സ്, ദിസ് സ്പെസിഫിക് ടൈറ്റിൽ കോൾഡ് ഡോക്ടർ, ഈ ഒരു സംഭവങ്ങളെല്ലാം നിങ്ങൾ നേരിടാൻ റെഡി ആയിരിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, എനി ക്വയറീസ് റിഗാർഡിംഗ് അഡ്മിഷൻ, എങ്ങനെ അഡ്മിഷൻ എടുക്കാം, അബ്രോഡ് നല്ലതാണോ, സേഫ് ആണോ, നല്ല കോളേജസ് ഏതാണ്, ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഫീൽ വെരി ഫ്രീ ടു റീച്ച് us ഔട്ട്. നമ്മുടെ കോൺടാക്ട് നമ്പർ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആൻഡ് വീഡിയോൻ്റെ താഴെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം. സോ യെസ്, ഐ വിഷ് യു ഓൾ എ വെരി happy journey.